ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം, അതായത് മേടക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജന്മക്കൂറിൻ്റെ 12-ലൂടെയാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതായത് 2025 മാർച്ച് 29-നാണ് ശനി മീനരാശിയിലേക്ക് കടന്നത്. അവിടെ 2.5 വർഷം ഉണ്ടാവും. അപ്പോൾ 2027 ഒക്ടോബർ വരെ അവിടെ ഉണ്ടാവും. അവിടുന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഫലമാണ് പറയുന്നത്. അപ്പോൾ ജന്മക്കൂറിൻ്റെ 12-ലൂടെ ശനി സഞ്ചരിക്കുമ്പോൾ അവർക്ക് 7.5 ശനിയാണ്. 7.5 ശനി എന്ന് പറഞ്ഞാൽ 7.5 വർഷമാണ് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുക. ജന്മക്കൂറിൻ്റെ 12-ൽ കഴിഞ്ഞ ജന്മക്കൂറിൽ പിന്നെ ജന്മക്കൂറിൻ്റെ രണ്ടാം ഭാഗത്തിലൂടെ സഞ്ചരിക്കുമോ. അപ്പോൾ അവർക്ക് ഒരു 7.5 ശനി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 7.5 ശനി വരുന്ന 30 വർഷം കഴിയുമ്പോഴാണ്. അത് കഴിഞ്ഞ് 30 വർഷം കൂടുമ്പോഴാണ് 7.5 ശനി വരിക. അപ്പോൾ രണ്ടാമത്തെ 7.5 ശനി എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് തട്ടിമുട്ടിപ്പോകും, രണ്ടാമത്തെ കുറച്ചൊരു ബുദ്ധിമുട്ടാവും. പിന്നീട് അതിലും കുഴപ്പമില്ലെങ്കിലും മൂന്നാമത് പിന്നെ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ 90 വയസ്സാവും. അപ്പോൾ ഇവരെ ഗ്രഹനില നോക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് പറയാൻ കഴിയും. ഗ്രഹനിലയിൽ ഇപ്പോൾ ശനി ബലവാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് 7.5 ശനിയുടെ കാലത്തൊക്കെ പറഞ്ഞാൽ നല്ല ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. ശനി ബലഹീനനായിട്ട് നിൽക്കുകയാണെങ്കിലാണ് ബുദ്ധിമുട്ട്. ഈ സമയം അവർക്ക് അത്യന്തം ദുരിതമായിരിക്കും. 7.5 ശനിയുടെ അവസാന നാളിലാവും അവർക്ക് എല്ലാ ഗുണങ്ങളും വന്നു ചേരും. പിന്നെ അതായത് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം, വീട് വെക്കുന്നവർക്കൊക്കെ ആ സമയത്തായിരിക്കും ജോലി ഒക്കെ ലഭിക്കലൊക്കെ. അപ്പോൾ 7.5 വർഷം ഉണ്ടാവും. 7 വർഷം അത്യന്തം ദുരിതം തന്നെ ആയിരിക്കും. പിന്നെ അഷ്ടമത്തിലൊക്കെ ശനി ബലഹീനനായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആയുസ്സിന് വരെ ദോഷമായിരിക്കും. അതൊക്കെ ഗ്രഹനില നോക്കിയാലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതാണ് നക്ഷത്രം എന്ന് പറയാൻ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തോ സമയം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഞാൻ കമൻറ്റിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരം വീഡിയോകളൊക്കെ ആവശ്യമുള്ളവരൊന്ന്